ആദരണീയ പ്രിൻസിപ്പൽ ഡോക്ടർ ജി എൻ സുനിത് കുമാർ സർ, എന്റെ ഇന്നത്തെ വിശിഷ്ടാതിഥി വെബിനാറിൽ നമ്മളോട് സംവദിക്കാനായിട്ട് എത്തിയിരിക്കുന്ന ഫാദർ ഡോക്ടർ സിബിച്ചൻ കെ, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ എഡ്യൂക്കേഷൻ, സെന്റ് ജോസഫ്സ് ട്രെയിനിങ് കോളേജ് മാതാനം, കോട്ടയം. എന്റെ സഹ അധ്യാപകർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന ആദരണീയരായ എല്ലാവർക്കും നമസ്കാരം. എന്റെ കർത്തവ്യം എന്ന് പറയുന്നത് ഇന്നത്തെ വെബിനാറിൽ നമ്മളോട് സംസാരിക്കാനായി എത്തിയിരിക്കുന്ന നമ്മുടെ വിശിഷ്ടാതിഥിയെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫാദറിനെ കുറിച്ച് പറഞ്ഞു. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ എഡ്യൂക്കേഷൻ ആണ് സെന്റ് ജോസഫ്സ് ട്രെയിനിങ് കോളേജിലെ മാന്നാനം, കോട്ടയം സെന്റ് ജോസഫ്സ് ട്രെയിനിങ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് എഡ്യൂക്കേഷനിലെ. ഫാദറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാല് ഇന്നത്തെ ഒരു കോവിഡിന്റെ ഒരു മഹാമാരി നമ്മുടെ ലോകം മുഴുവൻ ഫേസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം നമ്മളെല്ലാവരും ഫിസിക്കലി വേറെ വേറെ തലങ്ങളിലാണ് ഇരിക്കുന്നത്. ശാരീരികമായി നമ്മൾ അകലങ്ങളിലാണെങ്കിലും മാനസികമായി നമ്മൾ അടുപ്പങ്ങളിലാണ്. അത് ഒന്നുകൂടെ ഇതായിട്ട് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വെബിനാറുകൾ നമ്മുടെ കുട്ടികൾക്ക് സംഘടിപ്പിക്കുകയും അതിന് അനുയോജ്യരായ ആൾക്കാരെ കൊണ്ട് തന്നെ ക്ലാസ് എടുപ്പിക്കുകയും ഒക്കെ ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ല പ്രയത്നം നടത്തുന്ന ഞങ്ങളുടെ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജി എൻ സുനിത് കുമാർ സാറിനെ ഒരുപാട് ആദരവോടെ ഒരുപാട് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഇനി അടുത്തതായിട്ട് എനിക്ക് സ്വാഗതം ആശംസിക്കാനുള്ളത് ഇന്നത്തെ വിശിഷ്ട അതിഥിക്ക് തന്നെയാണ്. ഫാദറിനെ കുറിച്ച് പറയുമ്പോ ഒരുപാട് കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാല് നമ്മുടെ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ കേട്ടിരിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാല് നമ്മളുടെ ഒരു ഓണർ തന്നെയാണ് ഇതുപോലുള്ള ഒരു വ്യക്തിത്വത്തെ ഇന്ന് നമ്മളോട് സംസാരിക്കുവാനായിട്ട്, അല്ലെങ്കിൽ നമ്മളോട് ഈ വിദ്യാഭ്യാസത്തെ കുറിച്ചും അല്ലെങ്കിൽ ക്ലാസ് റൂം മാനേജ്മെന്റ് ഫോർ ജനറേഷൻ നെക്സ്റ്റ് എന്നൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഫാദർ നമ്മളോട് സംസാരിക്കുന്നത്. എങ്കിലും അതിന് അതീതമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഫാദറിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് അവാർഡുകളും ഒരുപാട് ഓണറുകളും ഒക്കെ നമുക്ക് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു സമയം കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന അത്രയും അല്ല, അതിനേക്കാളൊക്കെ ഏറെയാണ് നമ്മൾ പറയാറില്ലേ, വാക്കുകൾക്ക് അതീതമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളാണ്, ഒരുപാട് അവാർഡുകള്, ഒരുപാട് ഓണറുകള് നേടിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. വിദ്യാഭ്യാസ മേഖലയിലായാലും അതിനുപരി സോഷ്യൽ ആക്ടിവിറ്റീസ്, എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസ്, അത് എഡ്യൂക്കേഷൻ ആയാലും അല്ലാത്ത മേഖലകളിലായാലും ഒരു ശരിക്കും പറഞ്ഞാല് അവാർഡുകളെ കുറിച്ച്, ഓണറുകളെ കുറിച്ച് ഞാൻ വളരെ ചുരുങ്ങിയ വാക്കുകള്, ചുരുങ്ങിയ കാര്യങ്ങള് ആണ് പറയുന്നത്. ബെസ്റ്റ് പേപ്പർ പ്രസന്റർ UGCയുടെ അവാർഡിലുള്ള ഇന്റർനാഷണൽ സെമിനാറുകളിൽ ഒക്കെ ബെസ്റ്റ് പേപ്പർ പ്രസന്റർ ആയിട്ടുള്ള ഒരുപാട് ഓണർഷിപ്പുകൾ ഫാദറിന് ലഭിച്ചിട്ടുണ്ട്. ഓറിയന്റേഷൻ റിഫ്രഷർ കോഴ്സുകളിൽ ഒക്കെ ധാരാളമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. അക്കാഡമിക് സ്റ്റാഫ് കോളേജിലും ഒക്കെ ഒരുപാട് ഒരാഴ്ചയിൽ കൂടുതൽ അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ ഉള്ള പ്രോഗ്രാമുകളിലും ഓറിയന്റേഷൻ കോഴ്സുകളിലും റിഫ്രഷർ കോഴ്സുകളിലും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ധാരാളം ബുക്കുകൾ പബ്ലിഷ്, അതോടൊപ്പം തന്നെ ഒരുപാട് റിസർച്ച് പ്രോജക്റ്റുകൾ അണ്ടർടേക്കൺ ചെയ്യുന്നുണ്ട്. പിന്നെ അക്കാഡമിക് ബോഡീസിലെ മെമ്പർഷിപ്പ്, നമ്മുടെ ഭാരതീയ യൂണിവേഴ്സിറ്റി കോയമ്പത്തൂർ പാർട്ട് ടൈം PhD റിസർച്ച് സൂപ്പർവൈസർ ആണ് ഫാദർ. ഒരുപാട് മേഖലകളിൽ, വിദ്യാഭ്യാസ മേഖലകളിൽ റിസോഴ്സ് പേഴ്സൺ ആയിട്ട് വർത്തിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് പേപ്പർ പ്രസന്റേഷൻ നാഷണൽ ജേർണൽസിലും ഇന്റർനാഷണൽ ജേർണൽസിലും ഒക്കെ ഒരുപാട് പേപ്പറുകൾ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. എടുത്ത് പറയത്തക്കതായിട്ടുള്ള ഒരുപാട് പേപ്പറുകൾ, പേപ്പർ പബ്ലിക്കേഷൻസ്, പേപ്പർ പ്രസന്റേഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ഇനി ഇതിലൊക്കെ ഉപരിയായിട്ട് നമ്മൾ എടുത്തു പറയാൻ പറ്റുന്ന വളരെ ഇതായിട്ട് ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം ഒരു പാസ്റ്റർ എക്സ്പീരിയൻസ് പാസ്റ്ററാണ് ഫാദർ. USA 2003 മുതൽ 2005 വരെ അസോസിയേറ്റ് പാസ്റ്റർ ആയിട്ടുണ്ട് സെന്റ് ജീസസ് ഗുഡ് ഷെപ്പേർഡ്സ് ചർച്ച് USA.
പിന്നെ ഒരുപാട് സെമിനാറുകളിലും വർക്ക്ഷോപ്പുകളിലും കോൺഫറൻസുകളിലും ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ എണ്ണം പറഞ്ഞാൽ ഒരുപാടുണ്ട്. ഒരുപാട് നമ്മുടെ കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാല് ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള എല്ലാവർക്കും, ടീച്ചേഴ്സിനും കുട്ടികൾക്കും ഈ വെബിനാർ അറ്റൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് ശ്രവിക്കാൻ പോകുന്ന എല്ലാവർക്കും വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്, അതോടൊപ്പം ഒരുപാട് ആദരവുണ്ട്. ഒരുപാട് സന്തോഷത്തോടു കൂടി, ഒരുപാട് ആദരവോടുകൂടി ഫാദറിനെ ഈ ഉദ്യമത്തിലേക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ വെബിനാറിലേക്ക്, ഞങ്ങളുടെ കലാലയത്തിലേക്ക് സന്തോഷം സ്വാഗതം ചെയ്യും. ഇനി സ്വാഗതം ചെയ്യേണ്ടത് എന്റെ സഹ അധ്യാപകര്, ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന ആദരണീയരായ എല്ലാവരും, ഒപ്പം എന്റെ പ്രിയപ്പെട്ട കുട്ടികൾ എല്ലാവരെയും ഒന്നുകൂടി ഹാർദമായി നമ്മുടെ കുട്ടികളിലുമായി സംവദിക്കുന്നതിന് വേണ്ടി മാനസികമായിട്ടുള്ളൊരു സപ്പോർട്ടും ഈ പ്രത്യേക കാലയളവ് പരിഗണിച്ച് മാനസികമായിട്ടുള്ളൊരു സപ്പോർട്ടും അവർക്ക് ഈ വിഷയത്തെ കുറിച്ചും ഉള്ള എല്ലാ തരത്തിലുള്ളൊരു സപ്പോർട്ടും ഫാദറിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒന്നുകൂടെ ഈ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. അപ്പം ഇങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയതിന് സന്തോഷം. സുനിത് കുമാർ സാറ് ഒത്തിരി നാളെ കൂടി നിന്നാണ് വിളിച്ചത്. ഞങ്ങൾ പഴയ സുഹൃത്തുക്കളാണ്. മേ ബി മോർ ദാൻ 10 years. ഇങ്ങനെ ഒരു സ്വരം കേട്ടിട്ട് സുനിത് കുമാർ സാർ 10 കൊല്ലത്തിന് ശേഷമാണ് വിളിക്കുന്നത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അല്ലേ ഇങ്ങനെ കാണാൻ സാധിച്ചതിൽ സന്തോഷം, ഒത്തിരി സന്തോഷം. പറയുന്നത് ക്ലിയർ ആണോ? കേൾക്കാവോ? ക്ലാരിറ്റി ക്ലിയർ ആണ് ഫാദർ, ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ ഞാൻ ആദ്യമേ ഒരു ചെറിയൊരു ക്വിസിസ് അറിയാമല്ലോ നിങ്ങൾക്ക്? ക്വിസിസ്, QUIZIS ക്വിസിസ് എന്നുള്ള ഒരു പ്രോഗ്രാം. ആർ യു ഫാമിലിയർ വിത്ത് ഇറ്റ്? ഒരു 2 ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണേ. അപ്പൊ അതൊന്ന് ഇത് സ്ക്രീനിൽ കാണുന്നതിൽ നിങ്ങളൊന്ന് ലോഗിൻ ചെയ്യണം. ആ joinmyquizzes.com എന്ന് പറയുന്ന ഒരു സംഭവമാണേ. അപ്പൊ അവിടെ ഒന്ന് നമുക്ക് ജസ്റ്റ് ലെറ്റ്സ് ഡു സം ഷെയർ. Can you see joinmyquiz.com? Enter game code 544456. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഒരു വേറൊരു വിൻഡോ ആയിട്ട് അല്ലെങ്കിൽ മൊബൈലിൽ തന്നെ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. Is everybody ready? നിങ്ങൾ എന്നിട്ടൊന്ന് സ്റ്റാർട്ട് എന്ന് അവിടെ നിങ്ങളുടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എനിക്ക് നമ്പർ വരും, എത്ര പേര് സ്റ്റാർട്ട് ചെയ്തെന്നുള്ളത്. ജസ്റ്റ് ഒരു 2 ചോദ്യങ്ങളേ ഉള്ളൂ കേട്ടോ, ജസ്റ്റ് 2 questions. നമുക്കൊരു പോളാണ്, റൈറ്റ് റോങ് ആൻസേഴ്സ് ഒന്നുമില്ല. ഇറ്റ് ഈസ് an opinion poll. Just 2 questions. സ്റ്റാർട്ട് ചെയ്യാവോ? സാധിക്കില്ലേ? ഒരാൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. മീര ആൻഡ് നിത ഹാസ് ജോയിൻഡ്. നിങ്ങളിത് നേരത്തെ ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ? റിൻസി ഹാസ് ജോയിൻഡ്. വർഷ ഹാസ് ജോയിൻഡ്. റീബ. എല്ലാവർക്കും സ്ക്രീൻ കാണാമല്ലോ അല്ലേ? സോണി. സാറേ ഇതിന് ടൈം ലിമിറ്റ് വല്ലോ കേട്ടോ? നമുക്ക് എത്ര മണിക്കാണ് തീർക്കേണ്ടത്? ഇല്ല ഫാദർ. റിലാക്സ് ചെയ്ത് പോവാം. അശ്വതി ബി. 10 പേര് ജോയിൻ ചെയ്തുള്ളൂ. 10 പേര് പതിയോ? Should we wait? Govindan has joined.
നീതു, അനൂപ്. നിങ്ങളുടെ ഇവരുടെ പരീക്ഷ എപ്പോഴാണ് സാർ? ഇനി അങ്ങനെ വല്ലതും ഉണ്ടോ ഇപ്പൊ? ഇല്ല ഡേറ്റ് ആയിട്ടില്ല ഫാദർ. അത് മാറ്റി വെച്ച ഇതില്ല, 3 എക്സാം കഴിഞ്ഞായിരുന്നു. 2 എക്സാമിന്റെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡേറ്റ് ആയിട്ടില്ല ഇതുവരെ. ആയിട്ടില്ല. ഓക്കെ. അപ്പൊ മാർച്ചിലായിരുന്നു ആദ്യം നടന്നല്ലേ? ഇല്ല, ജൂണിലാണ്. ജൂൺ ലാസ്റ്റ് ആയിരുന്നു. ജൂൺ ലാസ്റ്റ് ഈ കഴിഞ്ഞ മാസം നടന്നിരുന്നു. അതെ. ഞങ്ങളുടെ അടുത്ത എക്സാം ദിസ് വീക്ക് ആണ് കേട്ടോ. നാളെ തുടങ്ങുകയാണ് 4th സെമസ്റ്റർ. ഇവർക്ക് തേർഡ് സെംകാർക്കുള്ള എക്സാമും അതും നടന്നിട്ടില്ല. ഇല്ല ഇപ്പം തേർഡ് സെം ആണ് സാർ. തുടങ്ങിയതേ ഉള്ളൂ. തേർഡ് സെം. അപ്പൊ ജൂണിൽ പരീക്ഷ നടന്ന 4th സെമ്മിന്റെ അല്ലായിരുന്നു? ഇല്ല, സെക്കൻഡ് സെമ്മിന്റെ. പഴയ അതിന്റെ തീരുന്നു. എന്ത് തേങ്ങ തിരി വെച്ചിട്ടുണ്ട്. ഷൈമിജ MS ആണോ സംസാരിച്ചോണ്ടിരിക്കുന്നത്? ടീച്ചറാണോ സ്റ്റുഡന്റ്? ടീച്ചറാണ്. ടീച്ചറിന്റെ ഓഡിയോ ഒന്ന് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. തേങ്ങയുടെ കാര്യമൊക്കെ ഞങ്ങൾ അറിയേണ്ട കാര്യമില്ല. തേങ്ങ കൂടുതലുണ്ട് ഞങ്ങൾക്കൊക്കെ തരാം കേട്ടോ. ഞങ്ങൾക്ക് തേങ്ങയുടെ പ്രശ്നമുണ്ട്. തിരുവനന്തപുരം ഭാഗത്താ നല്ല തേങ്ങ. അപ്പൊ 16 വരെ ആയിട്ടുള്ളൂ. ഐ ഡോണ്ട് തിങ്ക് വി ക്യാൻ വെയിറ്റ് ലൈക്ക് ദാറ്റ് അല്ലേ? ബാക്കിയുള്ളവർക്ക് എന്താ ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടെന്ന് വിചാരിക്കാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്തേക്ക് പോകും. ചെയ്യുന്നുണ്ടോ? 1 2 3 4 5 സ്റ്റുഡൻസ്. 5 പേരൊന്നും ചെയ്തിട്ടില്ല. അവര് let them. Okay, we leave it. End game. ഞാൻ ഇതിനകത്ത് 2 ചോദ്യങ്ങളാണ് ചോദിച്ചിരുന്നത്. അതിനകത്ത് ഒരു ഒപ്പീനിയൻ എടുത്തിരുന്നത്. എന്തായിരുന്നു നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? എല്ലാരും പറഞ്ഞിരിക്കുന്ന ഒപ്പീനിയൻസ് അനുസരിച്ച് എന്താണ്, എത്ര ശതമാനമാണ്? 50% എന്താണ് ടൈം ടേക്കൺ? ലെറ്റ് മീ സീ. ഒരു സിമ്പിൾ ആയിട്ടുള്ള 2 ചോദ്യങ്ങളാണ് ചോദിച്ചിരുന്നത്. എന്തൊക്കെയായിരുന്നു ചോദ്യങ്ങള്?
The old era of teaching is history. Another, teachers are not needed, teaching is not needed, learners are responsible for their learning, computers replace teachers. നിങ്ങൾ എല്ലാവരും ഏതായിരിക്കും എടുത്തിരിക്കുന്നത്? എത്ര പേര് ടീച്ചേഴ്സ് ആർ നോട്ട് നീഡഡിന് ക്ലിക്ക് ചെയ്തു? ടീച്ചിങ് ഈസ് നോട്ട് നീഡഡ് അങ്ങനെ പറയുന്നവരുണ്ടോ? കമ്പ്യൂട്ടേഴ്സ് റീപ്ലേസ് ടീച്ചേഴ്സ് എന്ന് പറയുന്നവരുണ്ടോ? ലേണേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ലേണിംഗ് എന്ന് പറയുന്നവരുണ്ടോ? India has a young talent pool that is estimated to become the world's largest by 2030. അപ്പോൾ അതില് ട്രൂ പറഞ്ഞിരിക്കുന്നത് 9 പേരാണ്. Maybe 6 players. No idea 1 player. അപ്പോൾ അത് that's a true statement കേട്ടോ. അതൊരു ട്രൂ ആണ്. അത് that's a truth. Absolutely true. Learners are responsible for their learning എന്ന് 12 പേര് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. Computers replace teachers എന്ന് 2 പേര് പറഞ്ഞിട്ടുണ്ട്. Teaching is not needed എന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. Okay. But this is the result of our just opinion poll. Okay, thank you. Thank you for taking your time. I would love to show you one video. Just watch this video and let us classroom style along. Today is my first day and I will be taking all your science subjects, so let's start off on a good note. About that note, thank you. So let's start with a nice round of introductions. My name is Sakshi and I love working with young people. Ma'am, my name is Anish. I was a topper last year. Ma'am, my IQ is 145 and I've got double promotion once. My name is Andy. I like dancing. My name is Ketan and I like to play the guitar. Okay, everyone's done except the last roll number. Zara? Where is Zara? Zara is a zombie. 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 Settle down. Gaurav, I'm gonna kill you. Hi, how was your day? Good morning, class of rowdies. You do know that's the name the rest of the school has given you, right? This month, I will not lead the class. You will. Every day, 2 students will come here and present anything that they are passionate about. There is only one rule. You must show respect. So who is courageous enough to accept the challenge? Ma'am, anything? Yes, anything. Our topic is everything you wanted to know about the birds and the bees, But afraid to ask. Sequined in the night sky as the stars shine, they tell a million stories, some of yours and a few of mine. Today, we both will be teaching you the secret of flight by building a rocket. That balloon over there
is also a rocket, but it does not go very far as it does not have any wings to give its flight a direction. So you see, in life, it is very important to have something or someone, yes, or someone who can give you direction every time you're going astray. It helps you go very far in life. Good morning, class. Today we have prepared a very interesting topic for the class. Today I'm going to tell you about the physics of dance. But before that, my friend here is going to give you a small demo. Can I ask you something? Your class of rowdies has really changed. How did you manage it? I haven't done anything. I just created a space where no one is judging them, where they can learn through their own interests. Hi class! Good morning, ma'am! So everyone's done with their session except Zara. Zara, come on. Zara! 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 Every rowdy class has a voice, waiting to be heard, wanting to be understood, wishing to be loved. Thank you, ma'am, for listening to us. Thank you for not giving up on us. Thank you for finding the reason for our rowdiness, for giving a channel to our craziness. Thank you, ma'am, for finding the poet in a zombie, and for setting me free, for letting me be. No matter where we go and what we do, we always carry in our hearts a part of you. Dear ma'am, thank you. ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടോ? Have you seen it? Okay, father. കണ്ടു. ക്ലാസ് ഓഫ് റൗഡീസിനെ കിട്ടിയാലാണ് ഏറ്റവും നല്ല ക്ലാസ് ആക്കാൻ സാധിക്കുന്നത്, അല്ലേ? നമ്മൾ വിചാരിക്കും ക്ലാസ് എല്ലാം അടങ്ങിയിരിക്കുന്ന കുട്ടികളും വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കുന്ന കുട്ടികളാണ് നല്ല ക്ലാസ്. ഏറ്റവും ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു ക്ലാസ്സിനെയാണ് ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് മോൾഡ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ ഒരു ക്ലാസ് ഓഫ് റൗഡീസിനെ എങ്ങനെ ട്രെയിൻ ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു രസകരമായ ഒരു സംഭവമാണ്, അല്ലേ? അപ്പൊ ക്രിയേറ്റീവ് ടാലന്റ് ഒക്കെയാണ് റൗഡിനെസ് ഒക്കെ ആയിട്ടൊക്കെ വരുന്നത്. അപ്പൊ ആരെങ്കിലും കുട്ടികള് ഒത്തിരി ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ, നമ്മളെ എപ്പോഴും ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ, ഹീസ് എ ടാലന്റ്, ഹി ഗോട്ട് എ ടാലന്റ് ഓർ ഷീ ഗോട്ട് എ ടാലന്റ്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമ്പോഴാണ് ഒരു, അല്ലെ, ക്ലാസ് റൂം മാനേജ്മെന്റ് രസമാണ്. അപ്പൊ ആ ഒരു തരത്തിലേക്ക് നമ്മൾ വന്നാൽ പിന്നെ ക്ലാസ് റൂമിൽ പിന്നെ എന്താണ് ഒരു പ്രോബ്ലം? ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ബേർഡൻ അല്ല, ഒരു ജോയ് ആണ്, അല്ലെ? ക്ലാസ് റൂം മാനേജ്മെന്റിനെ കുറിച്ച് പ്രത്യേകിച്ച് എന്താണ്, ബിഗിനിങ് ഇയേഴ്സിലൊക്കെ നമുക്ക് ആദ്യത്തെ ടീച്ചിങ് പ്രാക്ടീസിന്റെ ദിവസങ്ങളൊക്കെ നമ്മൾ ടെൻസ്ഡ് ആണ്. നിങ്ങളുടെ ടീച്ചിങ് പ്രാക്ടീസിനുള്ള ഒരു ഒരുക്കമല്ല ഇപ്പൊ ഈ ദിസ് സെമസ്റ്റർ യു ആർ ഗോയിങ് ടു ഹാവ് യുവർ ടീച്ചിങ് പ്രാക്ടീസ്, isn't it? അതെ ഫാദർ. ഇത് 3 മാസമാണോ ടീച്ചിങ് പ്രാക്ടീസ്? ഞങ്ങളുടെ കണക്കാനല്ലേ ഇവർക്കിപ്പോ 140 days ആണ് പറയുന്നത്. അത് ശരി, 140 days. അതിൽ എത്രമാത്രം കഴിഞ്ഞു? കഴിഞ്ഞില്ല, തുടങ്ങിയില്ല, അവർക്ക് തുടങ്ങിയിട്ടില്ല. ഓക്കെ, അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റിൽ ഇരിക്കുകയാണ്. ടീച്ചിങ് പ്രാക്ടീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഉറക്കമൊക്കെ പോകുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ. അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയല്ലേ ഇപ്പൊ എല്ലാരും? ആണോ? അങ്ങനാണോ ഇപ്പൊ? ആദ്യമായിട്ട് പ്രത്യേകിച്ച് ഫസ്റ്റ് ടൈം ടീച്ചിങ്ങിലേക്ക് പോകുന്നവർക്ക് കൂടുതൽ ടെൻഷൻ ഉണ്ടാവും നോർമലി.
അപ്പം ആ ഒരു ടെൻഷൻ ഉണ്ടാകാതെ നമുക്ക് എങ്ങനെ ഈ പ്രാവശ്യത്തെ ടീച്ചിങ് പ്രാക്ടീസ് മാനേജ് ചെയ്യാം എങ്കിൽ ഐ വുഡ് സേ നമ്മൾ ഈ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സൂം മീറ്റിങ്ങിന് ഒരു ഉപകാരം ഉണ്ടായെന്ന് വിചാരിക്കാം അല്ലേ? ഇന്നത്തെ സൂം മീറ്റിങ്ങിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നിങ്ങളുടെ ടെൻഷൻ ഉണ്ടാകത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ക്രിയേറ്റീവായിട്ട് മാറ്റണം അല്ലെ? നമ്മുടെ സ്ട്രെസ് രണ്ട് തരത്തിലുണ്ടെന്നല്ലേ പറയുന്നേ? ദർ ആർ 2 types of സ്ട്രെസ്. ആർക്ക് പറയാം ഏതൊക്കെയാണ്? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സ്ട്രെസ് അല്ലേ? പോസിറ്റീവ് സ്ട്രെസ്സിനെ സ്ട്രെസ് എന്ന് പറയും, നെഗറ്റീവ് സ്ട്രെസ്സിനെ ഡിസ്ട്രെസ് എന്ന് പറയും. അപ്പൊ സ്ട്രെസ് സ്ട്രെസ്സോ ഡിസ്ട്രെസ്സോ ആക്കാം നമുക്ക്. വി ക്യാൻ മേക്ക് ഇറ്റ് ഈസ് our attitude that makes anything into something positive or negative. അപ്പം നമ്മളുടെ ജീവിതത്തിലെ സ്ട്രെസ്സിനെ നമുക്ക് ഡിസ്ട്രെസ് ആക്കണോ സ്ട്രെസ് ആക്കണോ എന്ന് മാത്രം ചിന്തിച്ചാൽ. അപ്പൊ സ്ട്രെസ് സ്ട്രെസ് പോസിറ്റീവ് സ്ട്രെസ് ദാറ്റ് gives us energy. ഇപ്പൊ ഓടാനായിട്ട് ട്രാക്കിൽ ഇറങ്ങി നിൽക്കുന്ന ഒരു അത്ലീറ്റ് സ്ട്രെസ്ഡ് ആണ്. ആ സ്ട്രെസ് ഇല്ലെങ്കിൽ അയാളുടെ ഓട്ടത്തിന് ശക്തി ഉണ്ടാവില്ല, പാഷൻ ഉണ്ടാവില്ല, മുഴുവൻ എനർജി കിട്ടത്തില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ സ്ട്രെസ് എന്ന് പറയുന്നത്. സ്ട്രെസ് ഗീവ്സ് അസ് എനർജി. അപ്പൊ കൂടുതൽ ആക്റ്റീവ്, വളരെ ഫുള്ളായിട്ട് എൻഗേജ് ചെയ്യാനായിട്ട് നമുക്ക് സ്ട്രെസ് ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. അപ്പൊ സ്ട്രെസ് അതാണ് പോസിറ്റീവ് ആകുന്നത്. സ്ട്രെസ് പോസിറ്റീവ് ആകും. നെഗറ്റീവ് ആകുമ്പോഴാണ് നമ്മൾ ഡിസ്ട്രെസ്സിലേക്ക് മാറുന്നത്. അവിടെയാണ് നമ്മൾ ഡിപ്രസ്ഡ് ആയി പോകും. അപ്പൊ അങ്ങനെ ഒരു സ്ട്രെസ് നമ്മളെ ഡിപ്രസ്ഡ് ആക്കരുത്, നമ്മളെ സ്ട്രെസ്സുകളൊക്കെ. അപ്പൊ ഇപ്പൊ ഏറ്റവും അധികം നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്, പ്രത്യേകിച്ച് തിരുവനന്തപുരംകാര്. ഞങ്ങളാണ് റേഡിയോ എന്താണ് TV-യിൽ കേട്ട് മടുത്തു. തിരുവനന്തപുരം ട്രിപ്പിൾ ലോക്ക്ഡൗൺ, തിരുവനന്തപുരം മൊത്തം അല്ലേ എന്നൊക്കെ പറഞ്ഞ് തിരുവനന്തപുരംകാരെ ഇങ്ങനെ ശാസിച്ചുകൊണ്ടിരിക്കുക. കേരളം മൊത്തം തിരുവനന്തപുരംകാരാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ ടോക്ക് ഓഫ് ദ അല്ലേ പ്ലേസ്. അപ്പൊ തിരുവനന്തപുരത്ത് ഏറ്റവും കലശലായിരിക്കുക എന്നാണ് പറയുന്നത് കാര്യങ്ങളൊക്കെ. അപ്പൊ അത് ഏറ്റവും കൂടുതൽ സ്ട്രെസ് തിരുവനന്തപുരംകാർക്കുണ്ടെങ്കിൽ അത് സ്ട്രെസ് ആക്കാനായിട്ട് നമുക്ക് സാധിക്കണം, ഡിസ്ട്രെസ്. അപ്പൊ നമ്മൾ വിൽ കം ടു ദാറ്റ് ലേറ്റർ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ സ്ട്രെസ് പോസിറ്റീവ് ആക്കി നമുക്ക് മാറ്റണം കേട്ടോ. ക്ലാസ് റൂം മാനേജ്മെന്റിനെ കുറിച്ചുള്ള സ്ട്രെസ് തന്നെ ആദ്യം മാറണം. അപ്പൊ ഹൗ ക്യാൻ വി മാനേജ് ദ ക്ലാസ്? എന്തൊക്കെയാണ് ക്ലാസ് റൂം മാനേജ്മെന്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഞാനിപ്പോ ഇത് കാണിച്ചത് ഐ ഡോണ്ട് നോ വെദർ യു followed, whether it was part of my എന്റെ മൂഡിൽ ക്ലൗഡിൽ നിന്നാണ് ഞാനിത് കാണിക്കുന്നത്. മൂഡിൽ ക്ലൗഡ്, ദിസ് ഇസ് മൈ എഡ്യൂക്കേഷണൽ സൈക്കോളജി ഫോർ BEd ട്രെയിനീസ്. അപ്പൊ ഈ ഒരു മൂഡിൽ ക്ലൗഡ് പ്ലാറ്റ്ഫോമിലാണ്, ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾ ആരെങ്കിലും ടീച്ചേഴ്സ് ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ദിസ് ഇസ് എ വണ്ടർഫുൾ തിങ്. ഒരു വളരെ രസകരമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഒരു വീഡിയോയിൽ നിന്നും വേറൊരു വീഡിയോയിലേക്ക് ഇങ്ങനെ നമുക്ക് പോകാം, സ്ട്രീം. ഓക്കെ, അപ്പൊ സോഷ്യൽ റിലേഷൻഷിപ്പ് ഇൻ ദ ക്ലാസ് റൂം, there are so many things to speak about all these things. Leadership, your leadership quality is your classroom ability. Control, classroom control ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നിൽക്കേണ്ടത് ലീഡർഷിപ്പ് സ്റ്റൈൽസ് ആണ്. വാട്ട് ടൈപ്പ് ഓഫ്, അപ്പൊ എങ്ങനെ നമുക്ക് കുട്ടികളിൽ ലീഡർഷിപ്പ് ഉണ്ടാക്കാം? All these are part of our syllabus here. അപ്പൊ ഒരു ക്ലാസ് റൂം മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെടുത്തി അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇവിടെ ചിന്തിക്കുന്നത്. Okay, your syllabus is little different. Your syllabus is framed in a little different manner. Appo what I would go to next is the prepared PowerPoint, which is also in the Moodle Cloudil thanne ulladana. Adilekku pam. So classroom management for generation next. This is our area. Alle appo teachers who are ready, maximize student learning and minimize student misbehavior. This is the first and last thing that we need to know. Teachers who are ready, maximize student learning and minimize student behavior. Nammal ready aano ennalladana. If you are ready, things will be different. Nammal ready allathodondana kuttikal ready allathathu. Appo class room learning um student behavior um class room management um everything depends upon the readiness of the teacher. Appo ningal ipo ready ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. നിങ്ങളെ നന്നായിട്ടൊന്ന് റെഡി ആകുക എന്നുള്ളതാണ്. സ്മൂത്ത് റണ്ണിംഗ് ക്ലാസ് ഇസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ടീച്ചർ ആൻഡ് ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ദ ടീച്ചേഴ്സ് എബിലിറ്റി ടു ടീച്ച് പ്രൊസീജിയേഴ്സ്. വി ഷുഡ് ഹാവ് ക്ലാസ് റൂം പ്രൊസീജിയേഴ്സ്. അപ്പൊ ക്ലാസ് റൂമിൽ ഡിറക്ഷൻസ് ഉണ്ടാവണം, ക്ലാസ് റൂമിൽ നോംസ് ഉണ്ടാവണം, ക്ലാസ് റൂമിന് നമുക്കൊരു എന്താണ് ഡൂസ് ആൻഡ് ഡോൺസ് ഒക്കെ ഉണ്ടാവണം. അതൊക്കെ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ നമ്മൾ സ്റ്റിപ്പുലേറ്റ് ചെയ്യണം. സോ ഇഫ് യു ഹാവ് ക്ലിയർ കട്ട് നോംസ് ആൻഡ് ഇഫ് യു സ്റ്റിക്ക് ടു ഇറ്റ്,
ഒരു ദിവസം ഒരു നോം, വേറെ ദിവസം വേറൊരു നോം അല്ല. യു ഹാവ് ടു സ്റ്റിക്ക് ടു ദിസ്. അപ്പോൾ just think of these things. Brainstorming activity. Think of as many responses to the following statement as you can. An effective teacher is, ആരെങ്കിലും ഒരാൾ പറയാമോ? An effective teacher is a communicating teacher, അല്ലേ? A teacher who thinks logically, a teacher who conveys things properly. എന്തൊക്കെയാ നിങ്ങൾക്ക് ചിന്തിക്കാവോ? അതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുക. Think of as many responses to the following statement. An effective teacher is, fill in. കേട്ടോ, 2 കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് എഴുതി വെക്കുക. ഇപ്പൊ നിങ്ങൾ an effective teacher ആരാണ് എന്നുള്ളതിനെ കുറിച്ച്. An effective teachers, can somebody read what is happening there? ഒരു നിമിഷം, just give. An effective teacher establishes good control of the classroom, does things right, consistently, affects and touches lives, exhibits positive expectations for all students, establishes good classroom management techniques. Okay. An effective teacher designs lessons for students, works cooperatively and learns from colleagues, seeks out a mentor who serves as a role model. You know, basic, read newspaper. Basic ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഒരു effective teacher ആണെങ്കിൽ നമ്മൾ newspaper വായിക്കണം. Minimum what is happening around us as a goal striving for excellence. Okay. An effective teacher can explain the curriculum well, realizes that teaching is not a private practice. He is flexible and adaptable. Listens, always listening. You know, there are so many types of listening. എന്തെല്ലാം types of listening ഉണ്ട്. You have to be an active, compassionate, empathetic listener, understanding listener. A teacher should be understanding, compassionate, empathetic, so that there is always a helping listening. An effective teacher teaches with proven research-based practice, knows the difference between an effective teacher and an ineffective teacher. Okay, if you are an effective teacher, you will know the difference between who is an effective teacher and an ineffective teacher. So be an effective teacher. Now improvement will occur in instruction until the classroom climate improves. Classrooms have personalities just like people. Apam classrooms personality aanu parayunnathu. Classrooms are just like personality. നിങ്ങൾ അതുകൊണ്ട് എന്താ മനസ്സിലാക്കുന്നത്? റീബ ത്യാഗരാജ് എന്ത് മനസ്സിലാക്കും? സംബടി, ഞാൻ നിങ്ങളുടെയൊക്കെ പേര് കിടക്കുന്നുണ്ട് വായിക്കുന്ന റീബ ഈസ് ഷിഹിർ അശ്വതി PP എന്താ പറയുന്നത്? ക്ലാസ് റൂംസ് ആർ ലൈക്ക് പേഴ്സണാലിറ്റി. അശ്വതി PP ആണോ? സംസാരിക്കാവോ? ആരതി എന്ത് പറയുന്നു? ആർ യു വിത്ത് മീ? നിങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന അല്ലാതൊന്നും പറയുന്നില്ലല്ലോ. ആര്യ സുകുമാരൻ എന്താ സംസാരിക്കുന്നത്? എന്താണ് ക്ലാസ് റൂംസ് ആർ ലൈക്ക് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കുന്നത്? ബവിൻ CG എന്താ പറയുന്നത്? ബവിൻ ടീച്ചറാണോ സ്റ്റുഡന്റ് ആണോ? സ്റ്റുഡന്റ് ആണ്. ബവിന്റെ വിഷയം എന്താണ്? ഫിസിക്കൽ സയൻസ്. അപ്പൊ ഇപ്പം അവസാനത്തെ സ്ലൈഡ് എന്താണ്? Did you read the slide the last one we saw? എന്തായിരുന്നു അത്? Classrooms are like personalities. എന്ന് പറഞ്ഞാൽ എന്താണ്? What do you understand? ക്ലാസ്റൂമിനകത്തുള്ള ഓരോ കുട്ടികളും ഓരോ വ്യക്തിത്വമാണ്. അവർക്ക് എങ്ങനെയാണ്? ക്ലാസ് റൂം തന്നെ ഒരു വ്യക്തിത്വം എന്നാണ് പറഞ്ഞത് അല്ലെ? ക്ലാസ് റൂംസ് ആർ ലൈക്ക് പേഴ്സണാലിറ്റി. ഒരു ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം. നമുക്കൊരു ക്ലാസ് റൂമിൽ ഒരു ക്ലാസ് റൂം ക്ലൈമറ്റ് ഉണ്ടാവണം അല്ലെ? അതൊക്കെ ഒരു വ്യക്തിത്വത്തെ രൂപീകരിക്കുന്ന പോലെയാണ് നമ്മൾ ക്ലാസ് റൂമിനെ രൂപീകരിക്കേണ്ടതെന്നാണ് പറഞ്ഞത്.
ഒരാളെ നമ്മൾ എങ്ങനെ കണക്കാക്കുന്നു അതുപോലെ നമ്മൾ ക്ലാസ് റൂമിനെ ഡിസൈൻ ചെയ്തെടുത്തുകൊണ്ട് വരണമെന്നാണ്. ക്ലാസ് റൂംസ് ആർ ലൈക്ക് പേഴ്സണാലിറ്റി അല്ലേ? അപ്പൊ ഒരു വ്യക്തിയെ നമ്മൾ അങ്ങനെ മോൾഡ് ചെയ്യുന്നു, അതുപോലെ നമ്മുടെ ക്ലാസ് റൂമിനെ നമ്മൾ മോൾഡ് ചെയ്യാൻ സാധിക്കും. യു സി ദർ ഇസ് എ ബിഗ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലാസ് റൂം എന്ന് പറയുന്നത് എന്താണ്, കുറെ കുട്ടികൾ വരുന്നു പോകുന്നു, ഞാൻ വരുന്നു പോകുന്നു എന്ന് വിചാരിക്കുന്നതും അങ്ങനല്ല. ക്ലാസ് റൂമിന് ഒരു ജീവനുണ്ട്, ക്ലാസ് റൂമിന് ഒരു നേച്ചർ ഉണ്ട്, ക്ലാസ് റൂമിന് ഒരു സ്വഭാവം ഉണ്ട് അല്ലെ? ഒരു ടീച്ചർ വരുമ്പോ ആ ക്ലാസ് റൂമിന് ഒരു സ്റ്റൈൽ ഉണ്ട് അല്ലെ? സ്റ്റൈൽ ഓഫ് ഡിസിപ്ലിൻ ഉണ്ട്. ചില ടീച്ചേഴ്സിനെ കാണുമ്പോൾ കുട്ടികൾ ബഹളം വെക്കും, ചില ടീച്ചേഴ്സിനെ കാണുമ്പോൾ കുട്ടികൾ അടങ്ങിയിരിക്കും. അപ്പൊ അതൊക്കെ ആ കുട്ടികൾ പഠിച്ചിരിക്കുന്നതാണ്. ഒരു ടീച്ചറിനെ കാണുമ്പോൾ ഒരു ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ നമ്മളുടെ ബിഹേവിയറിൽ നിന്നാണ് ഇവർക്ക് ഇങ്ങനെ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുന്നത്. ഹാവ് യു ലേൺ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആറ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസമൊക്കെ പഠിച്ചോ? വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആറ്റിറ്റ്യൂഡ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഇൻട്രസ്റ്റ്? ഇതൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സൈക്കോളജിയിൽ പഠിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ പഠിച്ചവരെന്ന് പറയുമോ? ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ആറ്റിറ്റ്യൂഡ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. എങ്ങനെയാണ് ആപ്റ്റിറ്റ്യൂഡ് ഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യുന്നത്? ആറ്റിറ്റ്യൂഡും ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ്? ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ടീച്ചിങ്? ഡു യു ഹാവ് ആൻ ആപ്റ്റിറ്റ്യൂഡ് ടു ടീച്ചിങ്? ആൻഡ് വാട്ട് ഈസ് യുവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ടീച്ചിങ്? അല്ലേ? വനജ എന്താണ് പറയുന്നത്? വനജ ടീച്ചറാണോ സ്റ്റുഡന്റ് ആണോ? ടീച്ചർ. വനജ ടീച്ചർ സംസാരിക്കും. ആരാ വനജ ടീച്ചറാണോ? സൈക്കോളജി ടീച്ചർ അല്ല? ടീച്ചർ ഇതൊക്കെ കഴിഞ്ഞായിരുന്നു, ആപ്റ്റിറ്റ്യൂഡ് ഇൻട്രസ്റ്റ് ഒക്കെ കഴിഞ്ഞായിരുന്നു. അപ്പൊ അത് മറന്നുപോയി. ഇവരെല്ലാം ഫസ്റ്റ് സെമ്മിലെ കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇവരെല്ലാം മറന്നുപോയി ടീച്ചർ അല്ലെ? ഒരാളെ കൊണ്ട് പറയും, ആരായിരുന്നു അതിന് ഫസ്റ്റ് സെമ്മിൽ ടോപ്പറായിട്ട് നിന്ന് ആരാണ്? അവരോട് തന്നെ പറയാൻ വന്നില്ല. അപ്പൊ എല്ലാരും ഇപ്പൊ ടോപ്പേഴ്സ് ആണെന്ന് നമുക്ക് വിചാരിക്കാം അല്ലെ? ആരെങ്കിലും സംസാരിക്കണ്ടേ? അല്ലെങ്കിൽ നിങ്ങളൊക്കെ വരുന്ന ഉറങ്ങത്തില്ല ക്ലാസ് റൂമിൽ. ഇതൊരു ക്ലാസ് റൂം അല്ലേ? I don't want you to sleep. നീതു അനൂപ് എന്ന് പറയുന്നു. ബവിൻ സിജിക്ക് വേണേ പറയാൻ കേട്ടോ. നിങ്ങൾ ചാടി പറഞ്ഞോളൂ. നിങ്ങളെല്ലാവരും ഇങ്ങനെ കോവിഡിന്റെ പേടിയിലിരിക്കുകയാണോ? അതുകൊണ്ടാണോ സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ട്? കോവിഡിന്റെ ഭയാനകമായ വർഷ വിദ്യാരമാണ്. വിദ്യാരം പറഞ്ഞോളൂ. വർഷ പറഞ്ഞോളൂ. Sir, aptitude is something inborn or inborn. We are born with talent, അല്ലേ? Yes. And attitude is something acquired with the environment. Attitude is something acquired from the environment. അതാണ്. അപ്പൊ ക്ലാസ് റൂം ക്ലൈമറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്നതാണ് അല്ലേ? ഒരു ടീച്ചറിന്റെ ക്ലാസ് റൂം ക്ലൈമറ്റ് എന്ന് പറയുന്നത് അല്ലെ, ഒരു ടീച്ചറിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം കുട്ടികൾ രൂപീകരിക്കുന്നതാണ്. അപ്പൊ നിങ്ങളുടെ ക്ലാസ് റൂമിലെ ബിഹേവിയർ ആണ് നിങ്ങളെ കുറിച്ചുള്ള അഭിപ്രായത്തിന് രൂപീകരണത്തിന് നിങ്ങൾ സഹായിക്കുന്നതോ അല്ലെ സഹായിക്കാതിരിക്കുന്നതോ. സോ ഇറ്റ് ഈസ് യുവർ ബിഹേവിയർ ദാറ്റ് ഈസ് ഗോയിങ് ടു ഫോം ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ സ്റ്റുഡൻസ്. നമ്മൾ എന്ത് കാണിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡ് കുട്ടികൾ ഉണ്ടാക്കുന്നത് അല്ലേ? അങ്ങനെയല്ലേ എല്ലാം? So it can be formed, it can be reformed, it can be unlearned, it can be relearned. So attitude എന്ന് പറയുന്നത്, your attitude determines your altitude എന്ന് പറയുന്നത് അല്ലേ? നമ്മളെ കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡും മറ്റുള്ളവരെ കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡും നമുക്ക് നമ്മുടെ ജീവിതാനുഭവങ്ങളെ കുറിച്ചുള്ള മനോഭാവങ്ങളൊക്കെയാണ് നമ്മളുടെ ജീവിതത്തിന്റെ വില എന്ന് പറയുന്നത്. അപ്പൊ ഒരു ക്ലാസ് റൂം മാനേജ്മെന്റിന്, ക്ലാസ് റൂം ഡിസിപ്ലിന് ഏറ്റവും പ്രധാനപ്പെട്ടത് നല്ല ആറ്റിറ്റ്യൂഡ് കുട്ടികൾക്ക് നമ്മളെ കുറിച്ച് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അല്ലേ? So there should be some procedures, there should be some norms, there should be some clear-cut rules that govern the classroom attitude, classroom behavior, classroom function. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ടീച്ചർ, അപ്പം ഒരു ടീച്ചറിനെ സംബന്ധിച്ച് ഇത് വളരെ ആറ്റിറ്റ്യൂഡ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ലെറ്റ്സ് ഗോ ബാക്ക് ടു ദിസ് വൺസ് പവർ പോയിന്റ് അഗെയിൻ. നമ്മൾ എവിടം വരെ ആയിരുന്നത്? Okay, this was our place. Classrooms have personalities just like people. No improvement will occur in instruction until the classroom climate improves. Sadhana classroom climate nammal improve cheyanam. Then only we can have a proper classroom transaction. Okay.
ഇതൊന്ന് നിങ്ങളൊന്ന് റേറ്റ് ചെയ്യണം കേട്ടോ. വാട്ട് മേക്സ് എ ഗുഡ് ടീച്ചർ? അപ്പൊ റേറ്റ് ദ ഫോളോവിങ് ടീച്ചർ ക്വാളിറ്റീസ് ഇൻ ഓർഡർ ഓഫ് ഇമ്പോർട്ടൻസ്. They are good looking, they are entertaining, they can control the class, they give interesting classes, they know their students, they can keep control, they prepare well, they know their subject. അപ്പൊ ഇതിലെ ഒന്നാമത് നിങ്ങൾ ഏത് എഴുതും? ആരെങ്കിലും ഒരാളൊന്ന് ഇതിന്റെ ഓർഡറിൽ ഒന്ന് പറയാമോ? They are good looking ആണോ ഒന്നാമതായിട്ട് വരണ്ടേ? They are entertaining ആണോ ഒന്നാമതായിട്ട് വരണ്ടേ? They can control the class ആണോ ഒന്നാമതായിട്ട് വരണ്ടേ? They give interesting classes ആണോ ഒന്നാമതായിട്ട് വരണ്ടേ? Prioritize ചെയ്യാം. They know their students ഏതാണ് ഒന്നാമതായിട്ട് വരണ്ടേ? They can keep control. They prepare well ഏതാണ് ഒന്നാമതായിട്ട് വരണ്ടേ? അതോ they know their subject? ഇതിൽ ഒന്നാമതായിട്ട് വരണ്ടേ ഏതാണ്? ഇത്ര ഒന്ന് നിങ്ങളൊന്ന് എഴുതിയെടുത്തോ, എന്നിട്ട് അതിന്റെ ഓർഡറിൽ ഒന്ന് ആരെങ്കിലും ഒന്ന് പറയാമോ? അല്ലെ ABCDEFGH എന്ന് എഴുതിയാലും മതി, എന്നിട്ട് അത് ABCD എന്താണെന്ന് പറഞ്ഞാലും മതി. Can somebody? ഏതാണ് ഇതിൽ ഒന്നാമതായിട്ട് വരണ്ടേ? A ആണോ H ആണോ അതോ C ആണോ D ആണോ ഏതാണോ ഒന്നാമതായിട്ട്? പ്രിൻസി M മഠത്തിൽ എങ്ങനെ റേറ്റ് ചെയ്യും? ടീച്ചർ ഏറ്റവും നന്നായിട്ട് ഒരുങ്ങി ക്ലാസ്സിൽ ചെല്ലുന്ന ടീച്ചറാണോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? ടീച്ചറിന്റെ മേക്കപ്പ് ആണോ ഏറ്റവും പ്രധാനപ്പെട്ടത്? ക്ലാസ് റൂമിലേക്ക് കയറി ചെല്ലുന്ന ടീച്ചറിന്റെ എന്താണ് ലുക്കാണോ പ്രധാനപ്പെട്ടത്? ഏതാണ് പ്രധാനപ്പെട്ടത്? Is there somebody who has rated it? ബാബിൻ എന്ത് പറയുന്നു? ആരെങ്കിലും ഒന്ന് റേറ്റ് ചെയ്തോ? ഇനിയും കാണിക്കണോ? വർഷ എന്തോ ചെയ്തിട്ടുണ്ടെന്നാ വർഷ തലയാട്ടുന്നത്. വർഷ ഹാസ് ഡൺ സംതിങ്. റേറ്റ് ചെയ്തിട്ട് ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. From okay, very good, thank you. I'm sorry I didn't look at it. അപ്പൊ എന്താണ് H ആണ് ഒന്നാമത് വരണ്ടേ അല്ലേ? H, the teacher who knows his subject. Okay, H ആണ് നിങ്ങളെല്ലാം പ്രിഫർ ചെയ്തിരിക്കുന്നത്. വെരി ഗുഡ്, താങ്ക് യു. Our inner quality is the aptitude. Okay, അത് നിങ്ങൾ ചാറ്റ് ബോക്സ് ഒക്കെ എഴുതുന്നുണ്ടല്ലോ. താങ്ക് യു സോ മച്ച്. അപ്പൊ H, അപ്പൊ you are all with me, thank you. അപ്പൊ എന്താണ് the teacher who knows the subject knowledge ഇല്ലാതെ ബാക്കി എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അല്ലേ? അപ്പൊ the teacher who is ready, അതാണ് നമ്മൾ ഒന്നാമത് വേണ്ടത്. The teacher who is ready, controls the class. അപ്പൊ ടീച്ചർ റെഡിനെസ്, how far we are ready അല്ലെ? നമ്മൾ ക്ലാസ്സിലേക്ക് പോകാൻ എന്തുമാത്രം തയ്യാറാണ്, നമ്മളുടെ റെഡിനെസ് ആണ് പ്രധാനപ്പെട്ടത്. വെരി ഗുഡ്. So 25 things successful teachers do differently. So if you want to be a successful teacher, point in കുറവൊന്നും വേണ്ട കേട്ടോ. ഇനിയിപ്പം ഈ ക്ലാസ്സിൽ പോയിന്റ്സ് കിട്ടിയില്ല എന്ന് പറഞ്ഞേക്കരുത്. ഇഷ്ടംപോലെ പോയിന്റ്സ് ഏത് വേണേ എടുക്കാം. എന്തൊക്കെയാണ്? ഒന്ന്, ക്ലിയർ ഒബ്ജക്റ്റീവ്സ്. ക്ലിയർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടാകുന്ന ഒരു ടീച്ചർ ഒരു ക്ലാസ്സിൽ കയറുമ്പം നമ്മൾ ആ ക്ലാസ്സിലൂടെ എന്തൊക്കെയാണ് അല്ലെ കൊടുക്കാൻ, അതാണ് നമ്മുടെ ലെസൺ പ്ലാനിന്റെ ഒന്നാമത് എഴുതുന്ന ഒബ്ജക്റ്റീവ്സ് ആണല്ലോ അല്ലെ? അപ്പൊ ക്ലിയർ ഒബ്ജക്റ്റീവ്സ്, സെൻസ് ഓഫ് പർപ്പസ്, ലിവ് വിത്തൗട്ട് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക്. മൂന്നാമത്തത്, ലിവ് വിത്തൗട്ട് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ആരെങ്കിലും ഒരാളെന്ന് എന്നോട് പറയാം, അല്ലെ ഞാൻ പിന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് തിരിച്ചു വരണം. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ലിവ് വിത്തൗട്ട് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക്? Somebody, നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ് ലിവ് വിത്തൗട്ട് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിവ് വിത്തൗട്ട് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്?
ആരൊരാൾ ചാറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇംപ്രഷൻ മേ നോട്ട് ബി ദ ബെസ്റ്റ് ഇംപ്രഷൻ. അതാണ് live without immediate feedback. Could be. അതാണോ അത് മാത്രമേ ഉള്ളോ? live without immediate feedback. ഓരോന്നിനും വെരി ഗുഡ് എന്ന് എപ്പോഴും ഒരു ടീച്ചർക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ ആ ടീച്ചറിന് എന്തോ പ്രോബ്ലം ഉണ്ടെന്നുള്ളതാണ്. ടീച്ചറിന് എപ്പോഴും അപ്രീസിയേഷൻ വേണം. ടീച്ചറിന് എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ടീച്ചറിന് കാതലായിട്ട് കുട്ടികളുടെ വ്യക്തിത്വത്തിലൊന്നും സ്വാധീനം ചെലുത്താൻ സാധിക്കത്തില്ല കേട്ടോ. എല്ലാവരുടെയും അപ്രീസിയേഷൻ മാത്രം മതിയെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ നിലപാടുകളിലേക്ക് നമുക്ക് വളരാൻ സാധിക്കും. നമുക്കൊരു നിലപാടില്ലേ, നമ്മളുടേതായ ഒരു കാഴ്ചപ്പാടില്ലേ? നമ്മുടെ കാഴ്ചപ്പാടുകളും നമ്മുടെ നിലപാടുകളും ഒക്കെ നമ്മുടെ ദർശനങ്ങളും ഒക്കെ നമുക്ക് ജീവിക്കാനും പഠിക്കാനും ഒക്കെ ഉള്ള അവസരമാണ് നമ്മുടെ, അല്ലെ? നമ്മളുടെ കാഴ്ചപ്പാടനുസരിച്ച് കുട്ടികളെ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കാൻ പോവാണ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കരുത്. അപ്പൊ ലീവ് വിതൗട്ട് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക്, അതൊരു പ്രത്യേക. ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ചിലപ്പോൾ മോശമായിരിക്കും, അല്ലെ? കുട്ടീനെ ശാസിക്കുന്നത് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് വിൽ ബി വെരി ബാഡ്. അപ്പോഴും ദ ടീച്ചർ ഹാസ് ടു ബി കൺസിസ്റ്റന്റ്, അല്ലെ? അപ്പനും അമ്മയും വന്ന് കുട്ടിയെ കുറിച്ച് നന്നായിട്ട് നമ്മളോട് ചിലപ്പോൾ പറയും, അവൻ അങ്ങനെ ചെയ്യത്തില്ല ടീച്ചറിന് ആ തെറ്റ് പറ്റിയത് എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കും. അപ്പൊ അവരോട് പറയണം, ഐ എം സോറി, ഞാൻ നിങ്ങളുടെ കൊച്ചാണെന്നാ വിചാരിച്ചത്, വേറെ വല്ല കൊച്ചുങ്ങളാണെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറയുക. അതിനുള്ള ഒരു ചങ്കുറപ്പൂടെ ഉണ്ടാവണം, അല്ലേ? സോ live without immediate feedback കേട്ടോ. പിന്നെന്താണ്? know when to listen and when to ignore, അല്ലെ? എപ്പോഴാണ് കേൾക്കേണ്ടത്, എപ്പോഴാണ് ഇഗ്നോർ ചെയ്യേണ്ടതോടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എല്ലാത്തിനും നമ്മൾ ലിസണിങ് എബിലിറ്റി ഉണ്ടാണ്, പക്ഷെ എല്ലാത്തിനും നമ്മൾ പ്രതികരിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു ക്വാളിറ്റി ഉള്ള സക്സസ്ഫുൾ ടീച്ചേഴ്സ് ഡു തിങ്സ് ഡിഫറെന്റ്ലി. സോ ഇതൊക്കെയാണ് ഒരു സക്സസ്ഫുൾ ടീച്ചറിന്റെ ക്വാളിറ്റീസ് എന്നാണ് പറയുന്നത്. ഹാവ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, അല്ലെ? എപ്പോഴും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്നു. Then expect students to succeed. ഒരു സ്റ്റുഡൻസിനെ കുറിച്ചൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാകണം, കുട്ടികളെ കുറിച്ചൊരു എക്സ്പെക്ടേഷൻ, അല്ലെ? മാതാപിതാക്കൾക്കുള്ളതുപോലെ ഒരു സങ്കല്പം. അങ്ങനെ ഒരു നമ്മുടെ ക്ലാസ് റൂമിൽ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന കുട്ടികളെ നമുക്ക് മാതാപിതാക്കൾക്ക് കാണുന്ന പോലെ ഒരു സങ്കല്പം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അവരെ കുറിച്ച് നമുക്ക് എന്ത് പ്രതീക്ഷകളുണ്ടോ? നമ്മുടെ പേരൻസിന്, ഓരോ മക്കളെ കുറിച്ചും പേരൻസിനുള്ള പ്രതീക്ഷകൾ പോലെ അധ്യാപകർക്ക് കുട്ടികളെ കുറിച്ചുള്ള പ്രതീക്ഷകൾ അപ്പോഴുണ്ടാവുന്നു. അവിടെയാണ് ക്ലാസ് റൂം മാനേജ്മെന്റ് പെർഫെക്റ്റ് ആണ്. അപ്പോഴ് യു ടീച്ച് ഫ്രം യുവർ ഹാർട്ട്. അപ്പോൾ ക്ലാസ് റൂം മാനേജ്മെന്റ് വിൽ ബിക്കം ഈസി. നമ്മൾ ഒത്തിരി ഈസ് ഓഫ് ലേണിംഗ് കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. എൻഗേജ്, എക്സ്പ്ലോർ, എവാലുവേറ്റ്, അല്ലെ? ഇങ്ങനെയൊക്കെയുള്ള കൺസ്ട്രക്റ്റിവിസത്തിന്റെ പ്രിൻസിപ്പിൾസും പിന്നെ ബിഹേവിയറിസത്തിന്റെ പ്രിൻസിപ്പിൾസും ഒക്കെ നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ടാകും. ബട്ട് ഏറ്റവും പേരന്റിങ്ങിന്റെ ഒരു അപ്പനും അമ്മയും ചെയ്യുന്ന 5 കാര്യങ്ങളാണ് അധ്യാപകൻ ക്ലാസ്സിൽ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു 5 E's ഉണ്ട്, ഈ ചേർത്ത്. അതിലൊന്നാണ് എക്സ്പെക്ടേഷൻസ് എന്ന് പറയുന്നത്. അങ്ങനെ വേറൊരു പറയാമോ? ഒരു 5 E's, 5 E's ഓഫ് പേരന്റിങ് ആൻഡ് ടീച്ചിങ്. അപ്പനും അധ്യാപകർ ചെയ്യേണ്ട 5 കാര്യങ്ങൾ തന്നെയാണ് മാതാപിതാക്കൾ ചെയ്യുന്നത്, അല്ലെ? മാതാപിതാക്കൾ ചെയ്യുന്ന 5 കാര്യങ്ങളാണ് അധ്യാപകരും ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോഴല്ല ക്ലാസ് റൂം ഒരു ബേർഡൻ ആവില്ല. അപ്പോഴാണ് സ്കൂൾ ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി ആവുന്നത്. സ്കൂൾ ഈസ് എ സെക്കൻഡ് ഹോം എന്നൊക്കെ നമ്മൾ വളരെ ഈസി ആയിട്ട് പറഞ്ഞു വെക്കാറുണ്ട്. സ്കൂൾ ബിക്കംസ് എ സെക്കൻഡ് ഹോം ഇഫ് ദ ടീച്ചേഴ്സ് live by these 5 E's. ഒന്ന് ഞാൻ പറഞ്ഞു, എക്സ്പെക്ടേഷൻ. 2 എന്തായിരിക്കും? ഈ ചേർത്താണ് വാക്കുകളെല്ലാം എന്നും പറഞ്ഞു. ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നൊക്കെ നോക്കട്ടെ. എക്സ്പീരിയൻസ്, വെരി ഗുഡ്. കെയറിങ്, അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളത് ശരിയാണ്, പക്ഷെ അത് അല്ല, വാക്ക് ചേർത്തുള്ള വേണം. എമ്പതി എന്ന് പറഞ്ഞാൽ മതി, അല്ലെ? കെയറിങ്, അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ എമ്പതി എന്ന് പറഞ്ഞാൽ ശരിയല്ലേ? അത് വെരി ഗുഡ്. എക്സ്പീരിയൻസ്, എമ്പതി, എക്സ്പ്ലോർ, എൻഗേജ് ഒക്കെ നിങ്ങളുടെ കൺസ്ട്രക്റ്റിവിസത്തിന്റെ. എന്തൂസിയാസ്റ്റിക് അപ്പനും അമ്മയും അങ്ങനെ വലിയ എന്തൂസിയാസ്റ്റിക് ഒന്നും അല്ല. എന്തൂസിയാസം ഒക്കെ അല്ലാതെ എൻകറേജ്, നമ്മൾ പറഞ്ഞായിരുന്നു എൻകറേജ്. വെരി ഗുഡ്. എക്സ്പീരിയൻസ്, എന്റർടൈൻമെന്റ് നമുക്ക് അതിൽ നടക്കുകയല്ല. ക്ലാസ് റൂം ഈസ് നോട്ട് എ പ്ലേസ് ഫോർ എന്റർടൈൻമെന്റ്, അല്ലെ? ഫാമിലി എന്റർടൈൻമെന്റ് ഒന്നുമല്ല. അപ്പൊ എക്സ്പീരിയൻസ് വളരെ കറക്റ്റ് ആണ്. എൻകറേജ്, എക്സ്പീരിയൻസ് അനുഭവത്തിൽ നിന്ന് പഠിപ്പിക്കും, അല്ലെ? അനുഭവം കൊണ്ട് പഠിപ്പിക്കണം. കുട്ടികളുടെ അനുഭവങ്ങള് പാഠങ്ങളാക്കണം.
അതാണ് ഒരു അധ്യാപകര് ചെയ്യേണ്ടത്. അതാണ് അത് അപ്പനും അമ്മയും ചെയ്യുന്ന അതാണ്. കൊച്ച് നടക്കാൻ പഠിക്കുമ്പോൾ അവൻ വീഴുന്നതിന് എഴുന്നേറ്റ് എക്കണോമിക്ക് വിട്ടേര് കേട്ടോ, എക്കണോമിക് സപ്പോർട്ട് എഡ്യൂക്കേഷൻ ഒക്കെ വിട്ടേര്. എക്സ്പ്ലോറിംഗ് ഒക്കെ നിങ്ങളുടെ കൺസ്ട്രക്റ്റിവിസത്തിനകത്തുന്നതാണ്. ഓക്കെ, എൻകറേജ് expectation, encouragement, correct, encourage expectations, empathy, experience, പിന്നെന്താണ് എക്സാമ്പിൾ. ഏറ്റവും വലിയത് എക്സാമ്പിൾ ആണ് കേട്ടോ. എക്സാമ്പിൾ 5 കാര്യങ്ങളൊന്നും 5 ആയില്ലേ. എക്സ്പീരിയൻസ്, എംപതി, എക്സാമ്പിൾ, എൻകറേജ്മെന്റ് ആൻഡ് എക്സ്പെക്ടേഷൻസ്. അപ്പൊ എക്സാമ്പിൾ ഇല്ലാതെ ഒന്നുമില്ല കേട്ടോ. അപ്പനും അമ്മയും എക്സാമ്പിൾ ആകാതെ മക്കൾ നന്നാവില്ല. കുടുംബം മോശമാകുന്നത് എന്തുകൊണ്ടാണ്? കുടുംബം മോശമാകുന്നത് അപ്പനും അമ്മയും എക്സാമ്പിൾ അല്ല, റോൾ മോഡൽസ് അല്ല. ടീച്ചേഴ്സ് റോൾ മോഡൽസ് ആകാതെ ഒരിക്കലും ഒരു ക്ലാസ് റൂം ശരിയാവുമെന്ന് വിചാരിക്കേണ്ട. ടീച്ചറിനെ ആദ്യം എന്താണ് നമ്മൾ ആ വീഡിയോ കണ്ടില്ലേ, വിസിലടിക്കും. അതൊക്കെ സഹിക്കാനുള്ള ഒരു തൊലിക്കട്ടിയും കൂടെ ഉണ്ടാവണം അല്ലെ? നമുക്ക് അത് സഹിക്കാൻ നമ്മൾ തയ്യാറാണ്. അവര് നമ്മുടെ എന്താണ് ക്ഷമയെ പരീക്ഷിക്കും. ആദ്യം ഒരു B.Ed, പ്രത്യേകിച്ച് ഒരു B.Ed ട്രെയിനിങ് സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ കുട്ടികളെ എത്രമാത്രം മിസ്ബിഹേവ് ചെയ്യാവോ അത്രമാത്രം അവർ മിസ്ബിഹേവ് ചെയ്യാൻ നോക്കും. കാരണം അവര് വലുതാന്ന് കാണിക്കണ്ടല്ലോ, നമ്മളെക്കാൾ വലുതാ. അപ്പൊ അതൊക്കെ അംഗീകരിച്ചു കൊടുക്കുക. അതൊക്കെ തമാശയായിട്ട് കാണുക. അതിന്റെ പേരിൽ ഹ്യൂമിലിറ്റി ഏർപ്പെടുന്നത്, അതൊക്കെ ദാറ്റ്സ് പാർട്ട് ഓഫ് ദെയർ അല്ലെ ഏജ്. ആ ഒരു ഏജിന്റെ ഭാഗമാണ്. അപ്പൊ അതാണ് എംപത്തറ്റിക് ആയിട്ട് അവരെ കാണാൻ സാധിക്കുന്നത്. യു ഹാവ് ടു ബി അണ്ടർസ്റ്റാൻഡിങ് ദം എംപത്തറ്റിക്കലി. അപ്പൊ ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഈ 5 E's ഒരു മനോഭാവത്തിലേക്ക് അധ്യാപകൻ വളരുന്ന ഒരു രംഗം കൂടാ. ഇങ്ങനെ ഒരു മനോഭാവത്തിലേക്ക് നമുക്ക് വളരാൻ സാധിച്ചത്. അപ്പോഴാണ് അധ്യാപനം ശരിക്കും ഒരു ഗുരുതുല്യമായി തീരുന്നത്. അപ്പൊ ഇറ്റ് നീഡ്സ് പ്രാക്ടീസ്. ഇതിപ്പോ ആദ്യത്തെ ദിവസം ഒന്നും ഇത് കിട്ടണമെന്നില്ല അല്ലെ? അങ്ങനെ അതിലേക്ക് നമുക്ക് വളരുക എന്ന് പറഞ്ഞാൽ, അബ്ദുൽ കലാം ജി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, only 2 people can change the world. അത് അദ്ദേഹം പറയുന്നത് പേരൻസ് ആൻഡ് ടീച്ചേഴ്സ് അല്ലെ? ഫാദർ, only 3 persons എന്നാണ് അദ്ദേഹം പറഞ്ഞത്. only three persons can change the world, father, mother and teacher എന്നാണ് പറഞ്ഞത്. അപ്പം ഈ 3 പേർക്ക് ലോകത്തെ നന്നാക്കാൻ സാധിക്കത്തുള്ളൂ, ലോകത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കത്തുള്ളൂ. അപ്പനും അമ്മയും പിന്നെ അധ്യാപകനും. അപ്പൊ ആ ഒരു തലത്തിലേക്കാണ് നിങ്ങൾ ഇനിയും വളരേണ്ടത്. അതാണ് നമ്മളുടെ ഈ ടീച്ചിങ് പ്രാക്ടീസ് അല്ലല്ലേ ഈ B.Ed പ്രോഗ്രാമിന്റെ ആത്യന്തികമായ ലക്ഷ്യം അതാണ്. ബാക്കി എന്തെല്ലാം ഉണ്ടെങ്കിലും ഈ ഒരു തലത്തിലേക്ക് നമ്മൾ വളരുന്നില്ലെങ്കിൽ നമ്മളുടെ ടീച്ചിങ് കൊണ്ട് ഉപകാരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ all this, have a positive attitude, expect students to succeed, have a sense of humor, use praise authentically. Good എന്ന് പറയുമ്പോൾ ഉള്ളതിനെ പറയാവുള്ളൂ. Know how to take risk is reward. Are consistent. അല്ല yes be yes എന്ന് പറഞ്ഞിട്ട് അത് തന്നെ തിരിച്ച് നോ ആക്കരുത്. Are consistent. ഒരു റൂള് പറഞ്ഞാൽ ആ റൂള് ഇൻസിസ്റ്റ് ചെയ്യണം. They are reflective. Successful teachers are reflective. They seek out mentors. അപ്പൊ ഒരു ടീച്ചർ വേറെ ടീച്ചറിന്റെ സഹായം തേടും, കൊളാബറേറ്റ് ചെയ്യാൻ തയ്യാറായിരിക്കും. മറ്റുള്ള ടീച്ചറിന്റെ എക്സ്പീരിയൻസ് ഉള്ളവരിൽ നിന്ന് ചോദിക്കും, മനസ്സിലാക്കും. ഓക്കെ, കമ്മ്യൂണിക്കേറ്റ് വിത്ത് പേരൻസ്. എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. കമ്മ്യൂണിക്കേറ്റ് വിത്ത് പേരൻസ്. എൻജോയ് ദെയർ വർക്ക്. I love teaching. അല്ല, you have to love this profession, love your profession, love teaching, adapt to student needs, welcome change in the classroom. എപ്പോഴും ഒരേപോലെ അല്ല, ചിലപ്പോൾ even classroom arrangement or whatever, change in your methodology. Explore new tools. പുതിയ കാര്യങ്ങളായിട്ടായിരിക്കും ഒരു ദിവസം ക്ലാസ് ചെയ്യുന്നത്. അല്ല എല്ലായ്പ്പോഴും ചോക്ക് ആൻഡ് ബോർഡ് മാത്രമല്ല. Give emotional support. വൈകാരികമായ ഒരു സപ്പോർട്ടൂടെ കുട്ടികൾക്ക് കൊടുക്കണം. അവരുടെ വൈകാരികമായ നീഡ്സിലൂടെ ടീച്ചർ ഉണ്ടാവണം. അവർക്കൊരു അങ്ങനെയുള്ള ഒരു സപ്പോർട്ട്, ഒരു ഇമോഷണൽ സപ്പോർട്ട്. അതാണ് ഒരു എംപത്തറ്റിക് അണ്ടർസ്റ്റാൻഡിങ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, കംഫർട്ടബിൾ വിത്ത് ദി അൺനോൺ. ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയത്തില്ല. സോ ദ ടീച്ചർ ഹാസ് ടു അക്സെപ്റ്റ്. ഐ എം സോറി, ഐ വിൽ ടെൽ യു ടുമോറോ, ഐ വിൽ ടെൽ യു ലേറ്റർ എന്നൊക്കെ പറയാനുള്ള ഒരു എളിമ ഉണ്ടാവണം. Are not threatened by parent advocacy. They are not threatened. അപ്പൊ അപ്പനും അമ്മയും വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഉടനെ അതിൽ പേടിക്കേണ്ട കാര്യമില്ല. That is part of their duty. It is part of my duty. They bring fun to the classroom. എപ്പോഴും സീരിയസ് അല്ല. ഓക്കെ,
fun to the classroom. അതാണല്ലോ നമ്മൾ ലോ ഓഫ് ഇഫക്റ്റിലൊക്കെ പഠിച്ചത്. ലോ ഓഫ് ഇഫക്റ്റ് ഒക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? When any modifiable connection between a stimulus and response is made, followed and accompanied by satisfying state of affairs എന്ന് പറയുന്നതാണ് fun. Okay, the strength of the bond increases എന്ന് പറയുന്നത്. Teach holistically. അപ്പൊ എല്ലാ teach with the end in view എന്ന് പറയും, holistic ആയിട്ട്. Never stop learning. Okay, personalized learning platforms ഉണ്ടാവണം. അതുപോലെ professional learning networks or personalized learning networks അംഗമായിരിക്കും ഒരു സക്സസ്ഫുൾ ടീച്ചർ. അല്ലാതെ എനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞിരിക്കുന്നത്. Break out of the box. അപ്പൊ out of the box thinking, out of the box, divergent ആയിട്ട് ചിന്തിക്കുക. Masters of their own subject. Okay, basically these are the things, 25 things successful teachers do differently. It was interesting. Hope you will become successful. But we give them roots, we give them wings and great joys from little things. A hope that will soar, a hope that they will try. We are sure that one day our children will learn to fly. But this is our task. അപ്പൊ ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യത്തെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. നെവർ ലെറ്റ് എ ഗുഡ് ക്രൈസിസ് ഗോ ടു വേസ്റ്റ്. ഇൻസ്റ്റൻ ചർച്ചിൽ പറഞ്ഞു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഫ്രേസ് ആണ്. നെവർ ലെറ്റ് എ ഗുഡ് ക്രൈസിസ് ഗോ ടു വേസ്റ്റ്. നിങ്ങൾക്ക് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? നെവർ ലെറ്റ് എ ഗുഡ് ക്രൈസിസ് ഗോ ടു വേസ്റ്റ്. ആരെങ്കിലും അതിനെക്കുറിച്ച് ചാറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ സംസാരിക്കുന്നുണ്ടോ? ഇപ്പൊ ഒരു നല്ല ക്രൈസിസ് ആണ് നമുക്കുള്ളത്. ഇപ്പൊ കോവിഡ് എന്ന് പറയുന്ന ഒരു വണ്ടർഫുൾ ക്രൈസിസ് ആണ്. നമ്മുടെ തിരുവനന്തപുരംകാരുടെ മാത്രം പ്രശ്നമല്ല ഇത് ലോകം മുഴുവനുള്ള ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾ മാത്രം അല്ല ഇതിൽ, നമ്മളെക്കാളും സഫർ ചെയ്യുന്ന ഒത്തിരി രാജ്യങ്ങളുണ്ട് അല്ലേ? നമുക്കറിയാം what China was undergoing, what Italy was undergoing, even America is undergoing still now, Brazil, Russia, all these places. അപ്പൊ നമ്മളെക്കാളും വളരെ വർഷമാണ് കാര്യങ്ങളൊക്കെ അവിടെ. അപ്പം ഇതൊരു ക്രൈസിസ് ആണ്. നെവർ ലെറ്റ് എ ഗുഡ് ക്രൈസിസ് ഗോ വേസ്റ്റ് അല്ലേ? അമ്മു അതിനെ കുറിച്ച് എന്താ പറയുന്നത്? അമ്മൂസ് എന്ന് പറയുന്നത്. നെവർ ലെറ്റ് എ ഗുഡ് ക്രൈസിസ് ഗോ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കുക? ഇപ്പൊ നമ്മുടെ ഈ കോവിഡ് ക്രൈസിസ് നമുക്ക് എങ്ങനെ ക്രിയാത്മകമാക്കാം? ഞാൻ പറഞ്ഞില്ല, നമ്മുടെ സ്ട്രെസ്. സുകന്യ ഹാസ് സംതിങ് ടു സേ. പറഞ്ഞോളൂ. Is there somebody who wants to intervene? Never let a good crisis go waste. നിങ്ങളിത് വേസ്റ്റ് ആക്കരുത് ഈ ക്രൈസിസ്. എന്തെല്ലോ ഒക്കെ നിങ്ങൾ കുമാരപുരത്തുള്ള നിങ്ങളും കോട്ടയത്തുള്ള ഞാനും ഇപ്പൊ കാണാനായിട്ട് ഈ ഒരു കോവിഡ് അല്ലേ കാരണമായത്, അല്ലെങ്കിൽ വരുമോ അല്ലേ? സുനിത് സാറ് നമ്മളെ കുറിച്ചൊക്കെ ഓർത്തത് ഇങ്ങനെ ഒരു കോവിഡ് ക്രൈസിസ് ഉണ്ടായതുകൊണ്ടാണ് അല്ലേ സാറേ? അപ്പം ഇതൊരു ഗുഡ് എലമെന്റ് ആണ് അതിന്റെ അല്ലേ? അത് തന്നെ ഒരു പോസിറ്റീവ് എലമെന്റ് ആണ്. നമുക്ക് അത് തന്നെയല്ലേ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ വീട്ടിൽ ഇരുന്ന് നമുക്ക് ഈ ക്ലാസ് അല്ലേ അറ്റൻഡ് ചെയ്യാം. നമ്മുടെ വീടിന്റെ കംഫർട്ട് സോണിൽ തന്നെ നമുക്ക് ഇരിക്കാം. നിങ്ങളൊന്നും പുറത്തു പോകണ്ട. അപ്പൊ ഇപ്പൊ എന്തെല്ലാം സാധ്യതയല്ലേ കോവിഡ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം, ഈ കോവിഡിന് ശേഷം കുട്ടികൾ they will demand new things from us. നോട്ട് എഴുതിക്കൊണ്ട് പോയി ബോർഡിൽ എഴുതുന്ന സംസ്കാരം ഇനി ടീച്ചറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ കുട്ടികൾ ഇനി അത് സഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലേ? they have become more techno savvy, അല്ലേ ഏബിൾ ആയി അവര്. അപ്പൊ ആ കുട്ടികളുടെ അടുത്ത് നമ്മൾ ഇനിയും കുറച്ചുകൂടെ ഒക്കെ കോമ്പീറ്റിംഗ് ആയിട്ട് നിൽക്കണം. പക്ഷെ എല്ലാ കുട്ടികൾക്കും ഈ സാധ്യത ഇല്ല. അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. എക്വിറ്റി എന്ന് പറയുന്ന ഒരു സംതിങ് ഉണ്ട് അല്ലെ? ഇപ്പം കമ്പ്യൂട്ടർ പോയി കണക്ടിവിറ്റി ഇല്ലെങ്കിൽ വേറെ എന്താണ് മൊബൈൽ സിഗ്നലും എല്ലാം മാറി മാറി പരീക്ഷിക്കാവുന്നവർക്കാണ് ഇതൊക്കെ കംഫർട്ടബിൾ ആയിട്ടിരിക്കാനൊക്കത്തുള്ളൂ. അല്ലെ എന്റെ മൊബൈലിൽ ഇപ്പൊ ചാർജ് തീർന്നു പോകുന്നു പേടിച്ചോണ്ടിരുന്നല്ലേ എങ്ങനെ നടക്കുന്നത്? നമുക്കിപ്പോ തന്നെ നിങ്ങൾ തന്നെ പലരും ഇപ്പൊ സ്ട്രെസ് ആയിട്ടിരിക്കുമായിരിക്കും. അയ്യോ എപ്പോഴാണ് ഇത് തീരുന്നത്, ഇതൊന്ന് തീർന്നാൽ മതിയായിരുന്നു, എനിക്ക് അധികം ചാർജ് ഇല്ല, എന്റെ ഡേറ്റ തീർന്നു പോയി എന്നൊക്കെയുള്ള ഒരു വിചാരം ഉണ്ടെങ്കിൽ നമുക്ക് നടക്കുകയല്ലേ, കംഫർട്ടബിൾ ആയിട്ട് ക്ലാസ്സിൽ ഇരിക്കാൻ സാധിക്കത്തില്ല. അപ്പൊ അതൊരു സാമൂഹികമായ ഒരു നീതിയുടെ ഒരു വശങ്ങളുണ്ട് അതിനകത്ത്. അപ്പൊ അങ്ങനെ നമ്മൾക്ക് ജൂൺ 1-ാം തീയതി തന്നെ ഒരു സാഡ് ന്യൂസ് ആണ് നമ്മൾ കേട്ടത് അല്ലേ? മലപ്പുറത്തൊരു കുട്ടി ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്തതിന്റെ പേരിൽ ദേവിക എന്ന് പറയുന്ന ഒരു കുട്ടി ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ബിക്കോസ് ഷി വാസ് പൂർ. അപ്പൊ അത് ഭയങ്കര ഒരു സാഡ് ഇവന്റ് ആണ്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു ഫെസിലിറ്റി എന്തുമാത്രം ഉണ്ട് എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടില്ല. ഇത് തുടങ്ങുന്നതിന് മുമ്പ് അങ്ങനെ ചിന്തിക്കേണ്ടതായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു എക്വിറ്റബിൾ ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ആസ് എ ടീച്ചർ
നമ്മൾ കുട്ടികളുടെ അത് എക്കണോമിക് സപ്പോർട്ട് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ, അതൊക്കെ ആ ഈക്കകത്ത് നിങ്ങൾക്ക് അത് വരുത്താവുന്ന. ഓക്കെ, അപ്പൊ നെവർ ലെറ്റ് എ ഗുഡ് ക്രൈസിസ് go to waste. Every crisis is a possibility as well. അല്ലെ, ഒരു പ്രോബ്ലം ഈസ് എ പോസിബിലിറ്റി. എല്ലാ പ്രശ്നത്തിലും ഒരു സാധ്യത ഒളിഞ്ഞിരിപ്പുണ്ട്. ആ പ്രശ്നത്തിലെ സാധ്യതകൾ കാണാൻ നമുക്ക് സാധിക്കണം. അതാണ് നമ്മളുടെ തന്മയത്വം എന്ന് പറയുന്നത്. അതാണ് നമ്മളെ ഡിഫറെന്റ് ആക്കുന്നത്, അല്ലെ. The post pandemic society will be different. Post pandemic societyയുടെ ഫീച്ചേഴ്സിലേക്ക് നമ്മൾ വളരണം, അല്ലെ. 6 ways coronavirus will change the world of work. Remote work will become a widely accepted alternative to location-based work. Finding talent will become easier as new hires will be available globally via remote work. Virtual learning will expand dramatically so that employees can develop their skills in less time. Virtual reality will advance so that employees can work more collaboratively through common viewing. Telemedicine usage will spread as companies and employees recognize the value of distance care. Employers will become more fiscally conservative than they were in the 2010s. So the world is going to think differently with regard to work. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ ഭയങ്കരമായിട്ട് കുതിച്ചു നിൽക്കുന്ന സമയമാണ്. സോ ഓൺലൈൻ ആയിട്ട് നമുക്ക് സംവദിക്കാൻ സാധിക്കുന്നവരുടെ സാധ്യതകൾ വളരെ വളരെ കൂടുതലായിരുന്നു, അല്ലേ. So we must reimagine our role as a teacher. World മാറിയിരിക്കുകയാണ്, ലോകം മാറിയിരിക്കുകയാണ്. So we must reimagine our role as a teacher. എങ്ങനെയൊക്കെയാണ് നമ്മളെ തന്നെ ഒന്നുകൂടെ ഈ പുതിയ സാഹചര്യത്തിലേക്ക് recognize every student's potential. എല്ലാ കുട്ടികളുടെയും പൊട്ടൻഷ്യൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. I mean, കോവിഡ് സിറ്റുവേഷൻ ആണല്ലോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതാണ് ഇതൊക്കെ. We were used to do this. Now all the more think bigger than back to normal. ഇത് നോർമൽസിയിലേക്ക് പോകണം, നോർമൽസിയിലേക്ക്. നമ്മളിപ്പോ ന്യൂ നോർമൽ എന്നാണല്ലോ പറയുന്നത്. അപ്പൊ ന്യൂ നോർമലിലേക്ക് പോകണം എന്നുള്ളത് നമ്മൾ പറയുന്നതിൽ പകരം തിങ്ക് ബിഗർ ദാൻ ഗെറ്റിംഗ് ബാക്ക് ടു നോർമൽ, അല്ലെ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇതിലൂടെ എന്താണ് നമ്മൾ അച്ചീവ് ചെയ്തത്, നേടിയത്, ഇതിലൂടെ വന്ന മാറ്റം എന്താണ്, ആ മാറ്റം നമ്മൾ ജീവിക്കട്ടെ. ലെറ്റ് us live the change. Create a collaborative community culture of learning. Collaborative community culture of learning. Create. We have to create. നമ്മൾ നെറ്റ്വർക്ക് പ്ലാറ്റ്ഫോംസ് ഉണ്ടാകണമെന്ന് പറഞ്ഞില്ലേ. PLN, പേഴ്സണൽ ലേണിംഗ് നെറ്റ്വർക്ക്സ് ഓർ പ്രൊഫഷണൽ ലേണിംഗ് പ്ലാറ്റ്ഫോംസ്. അപ്പൊ അതുപോലെ കൊളാബറേറ്റീവ് കമ്മ്യൂണിറ്റി കൾച്ചർ ഓഫ് ലേണിംഗ് ഉണ്ടാകും. വി ഹാവ് ടു കൊളാബറേറ്റ്, ക്ലോസ് ദ ഡിജിറ്റൽ ഡിവൈഡ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ചിലർക്ക് സാധ്യതകളുണ്ട്, ചിലർക്ക് സാധ്യതകളില്ല. വി ഹാവ് ടു ബ്രിഡ്ജ് ദ ഗ്യാപ്പ്. എക്വിറ്റി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, അല്ലെ. ഇതാണ് ഞാൻ പറഞ്ഞത്, ദേവിക. So constructivism posits learner on the top. Educational systems of the future will be better served by alternative, inventive models that can constantly upgrade and upskill. Okay, the new normal classes should encompass multiplicity and a felt need to bring the outside world into the classroom. The teacher is forced to bring in multiplicity and a felt need to bring the outside world into the classroom. അപ്പൊ നമുക്ക് ഇപ്പൊ എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അല്ലെ ഓരോന്നൊക്കെ ഇപ്പൊ ആനയും കുതിരേനെയൊക്കെ ക്ലാസ്സിൽ കൊണ്ടുവരാനൊക്കെ ഉള്ള ടെക്നോളജി ഒക്കെ ഉണ്ട്. അതുപോലെ എല്ലാം കുട്ടികളുടെ കരവലയത്തിൽ ഒതുക്കുന്ന തരത്തിലേക്ക് ക്ലാസ് റൂം സിറ്റുവേഷൻ, ടീച്ചിങ് ലേണിംഗ് ഒക്കെ മാറണം, അല്ലെ. ഓഗ്മെന്റഡ് റിയാലിറ്റി ഒക്കെ നമ്മൾ ഉപയോഗിക്കാൻ പഠിക്കണം. Teachers are compelled to embrace classroom-based research to evolve practical approaches, methods, and strategies. Embrace classroom-based research, action research, classroom-based research, to evolve practical approaches, methods, and strategies. So, how prepared are we to prepare our children to this era? So, hope you will become wonderful ടീച്ചേഴ്സ്, അല്ലെ. പോസ്റ്റ് പാൻഡമിക്കിലെ വെൽ എക്വിപ്ഡ് ടീച്ചേഴ്സ് ആയിട്ട് നിങ്ങളെല്ലാം മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾക്ക് നല്ല എന്താണ് ഒരു ലോക്ക്ഡൗൺ ദിവസങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ ലോക്ക്ഡൗൺ എൻജോയ് ചെയ്യുക. എൻജോയ് യുവർ ലോക്ക്ഡൗൺ. കുറച്ചുകൂടെ പ്രൈവറ്റ് ആയിട്ട്, പേഴ്സണൽ ആയിട്ട്, അല്ലെ. നമ്മളെ കുറിച്ച് ചിന്തിക്കാനും നമ്മളെ കുറിച്ചുള്ള ഇവാലുവേഷൻ ഒക്കെ വരുത്താനും ഒക്കെ ഉള്ള ഒരു അവസരമാണ്. അപ്പം become the best that you are, so that you give the best
that you can. Thank you. Okay, thank you, Father. Thank you. ഇന്നത്തെ നമ്മുടെ ഈ വെബിനാറിന് നന്ദി പറയുന്നതിന് വേണ്ടി പ്രിൻസി ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ് സർ. സർ കേൾക്കാമോ? കേൾക്കുന്നു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇന്ന് നടന്ന നമ്മുടെ വെബിനാർ ക്ലാസ് റൂം മാനേജ്മെന്റ് ഫോർ ജനറേഷൻ നെക്സ്റ്റ് ഒരു ടീച്ചർ ട്രെയിനി എന്ന നിലയിലും അതുപോലെ ഒരു ഫ്യൂച്ചർ ടീച്ചർ എന്ന നിലയും വളരെ ഉപകാരപ്രദമായ ഒരു ക്ലാസ് ആയിരുന്നു. സർ പറഞ്ഞതുപോലെ ഈ ഒരു എന്താ പറയാ ക്രൈസിസ് ഉള്ളത് കൊണ്ടാണ് ഇപ്പം നമ്മൾ നേർക്ക് നേരെ ഒരു ഇന്ററാക്ഷൻ നടത്താൻ വേണ്ടി നമുക്ക് സാധിച്ചത്. സത്യം പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിരുന്നു. കാരണം സാറിന്റെ ക്ലാസ്സിലൂടെ എങ്ങനെ ഒരു ക്ലാസ് റൂം നമുക്ക് മാനേജ് ചെയ്യണം, എന്തൊക്കെ സ്റ്റെപ്സ് അതിനെടുക്കണം, എങ്ങനെ ഒരു ടീച്ചേഴ്സ് എന്താ ഡിഫറെന്റ് ആയിട്ടല്ലേ ഒരു സക്സസ്ഫുൾ ആവാൻ എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കണം, അതുപോലെ ഇനിയുള്ള ഫ്യൂച്ചർ ജനറേഷനിൽ ഒരു ടീച്ചേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു കാര്യങ്ങളെ കുറിച്ചും ഒക്കെ സർ വളരെ നന്നായിട്ട് തന്നെ ഞങ്ങൾക്ക് ഒരു നല്ലൊരു സെഷൻ തന്നെ തന്നു. അതുപോലെ മറ്റുള്ള വെബിനാറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ ഞങ്ങളുടെ എല്ലാവരെയും എന്താ പറയാ എല്ലാവരെയും അതിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കാൻ സർ മാക്സിമം നോക്കിയത് വ്യത്യസ്തമായിട്ടൊരു ക്വിസ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരു വീഡിയോ പ്രസന്റേഷൻ, ഇതൊക്കെ വഴി ഞങ്ങളുടെയും എന്താ പറയാ എല്ലാ കോൺസെൻട്രേഷനും സാറിന് അട്രാക്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇത്രയധികം സമയം ഞങ്ങൾക്ക് വേണ്ടി നീക്കി വെച്ച ഡോക്ടർ സർ, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ എഡ്യൂക്കേഷൻ, സെന്റ് ജോസഫ് ട്രെയിനിങ് കോളേജ്, മാന്നാനം, കോട്ടയം സാറിന് ഞങ്ങൾ ഓരോരുത്തരുടെയും എന്റെ വ്യക്തിഗതമായ പേരിലും അതുപോലെ ഞങ്ങളുടെ കോളേജിന്റെ പേരിലും ഒരു വലിയ നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഇത്തരം ഒരു വെബിനാർ സംഘടിപ്പിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ GN സുനിൽകുമാർ സാറിനും അതുപോലെ മറ്റുള്ള ടീച്ചേഴ്സിനും എല്ലാവർക്കും ഞങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ നിറഞ്ഞ നന്ദി നൽകി. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു ഫാദർ. Thank you. Okay, thank you. Bye. Thanks. Okay. Stay safe. Okay.